പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. 2 കൊരിന്ത്യർ ലേഖനത്തിൽ സർവ ആശ്വാസങ്ങളുടെയും ദൈവത്തെക്കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചത്. അതിന്റെ 2-ാം ലേഖനത്തിന്റെ 1-ാം അധ്യായത്തിന്റെ 5-ാം വചനത്തിൽ ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾ ഞങ്ങളിൽ പെരുകുന്നത് പോലെ തന്നെ ക്രിസ്തുവിനാൽ ഞങ്ങളുടെ ആശ്വാസവും പെരുകുന്നു. കഷ്ടങ്ങൾ എത്ര പെരുകിയാലും അതിനോടുകൂടെ ആശ്വാസവും പെരുകുന്നു എന്നാണ് പൗലോസ് അവിടുന്ന് പറയാൻ ഇടവന്നത്. ക്രിസ്തീയ ജീവിതം കഷ്ടതയുടെയും ക്രിസ്തുവിന്റെ ആശ്വാസത്തിന്റെയും ഒരു മിശ്രിതമാണെന്ന് നമുക്ക് കാണാൻ കഴിയും. കഷ്ടങ്ങൾ വരുമ്പോൾ അത് ക്ഷണനേരത്തേക്ക്, അല്പനേരത്തേക്ക് മാത്രം ഉള്ള ഒരു ചെറിയ കഷ്ടങ്ങളാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയണം. കാരണം ഈ യുഗങ്ങളിൽ കഷ്ടങ്ങളുടെ ഒരു കൂട്ടായ്മ തന്നെ നമുക്ക് അനുഭവിക്കാൻ ഇടവരും. റോമാലേഖനത്തിലെ 8-ാം അധ്യായത്തിന്റെ 22 മുതലുള്ള വചനഭാഗത്ത് സർവ സൃഷ്ടിയും ഇന്നുവരെയും ഒരുപോലെ ഞരങ്ങി ഈറ്റുനോവോടെ ഇരിക്കുന്നുവെന്ന് നാം അറിയുന്നുവല്ലോ. ആത്മാവെന്ന ആദിദാനം ലഭിച്ചിരിക്കുന്ന നാമം നമ്മുടെ ശരീരത്തിൽ വീണ്ടെടുപ്പായ പുത്രത്വത്തിന് കാത്തുകൊണ്ട് ഉള്ളിഞ്ഞരങ്ങുന്നു. പ്രത്യാശയിലല്ലോ നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. കാണുന്ന പ്രത്യാശയല്ല. ഒരുത്തൻ കാണുന്നതിനെ ഇനി പ്രത്യാശിക്കുന്നത് എന്തിന്? നാം കാണാത്തതിനായി പ്രത്യാശിക്കുന്നുവെങ്കിൽ അതിനായി ക്ഷമയോടെ കാത്തിരിക്കുന്നു. കഷ്ടങ്ങളുടെ ഒരു കൂട്ടായ്മ, ആത്മാവെന്ന ആദ്യദാനം ലഭിക്കുന്ന ആത്മീയമായ ഒരു പടിയിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മളെ കൊണ്ടുപോകുന്നത്. സർവ കൃപാലുവായ, ആശ്വാസപ്രദനായ, എപ്പോഴും നമ്മളെ പരിപാലിക്കുന്ന നമ്മുടെ കർത്താവ് കഷ്ടങ്ങളുടെ ഒരു കൂട്ടായ്മ തന്നെ പ്രിയമുള്ളവരെ നമുക്ക് കർത്താവിനോട് കൂടെ അനുഭവിക്കുവാൻ ഇടവരും. വീണ്ടും നമുക്ക് വചനത്തിലൂടെ ചിന്തിക്കുകയാണെങ്കിൽ മത്തായി സുവിശേഷം 25-ാം അധ്യായത്തിന്റെ 42 മുതലുള്ള വചനഭാഗം, എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിപ്പാൻ തന്നില്ല, ദാഹിച്ചു, നിങ്ങൾ കുടിപ്പാൻ തന്നില്ല, അതിഥിയായിരുന്നു, നിങ്ങൾ ചേർത്തുകൊണ്ടില്ല, നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചില്ല, രോഗിയും തടവിലുമായിരുന്നു, നിങ്ങൾ എന്നെ കാണാൻ വന്നില്ല എന്ന് അരുളിച്ചെയ്തു. അതിനവർ, കർത്താവേ, ഞങ്ങൾ അതിന് നിന്നെ വിശക്കുന്നവനായി, ദാഹിക്കുന്നവനായി, അതിഥിയായി, നഗ്നനോ രോഗിയോ തടവിലായി എപ്പോൾ കണ്ടു? നിനക്ക് ശുശ്രൂഷ ചെയ്തിരുന്നു എന്ന് ഉത്തരം പറയും. അവൻ അവരോട്, ഈ ഏറ്റവും ചെറിയവരിൽ ഒരുത്തന് നിങ്ങൾ ചെയ്തിടത്തോളോ എല്ലാം എനിക്കാകുന്നു ചെയ്തത്. ഇവിടെയാണ് നമുക്ക് കാണാൻ കഴിയുന്ന പ്രിയമുള്ളവരെ, ഇടച്ചും വലച്ചുമുള്ളവരോട് ചോദിക്കുന്ന ദൈവിക സന്ദേശം. കഷ്ടങ്ങളുടെ ഒരു കൂട്ടായ്മ, അത് ആത്മാവിൽ നമുക്ക് അനുഭവിച്ചു വേണം കടന്നു പോകാൻ. എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിപ്പാൻ തന്നില്ല. ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ വന്ന് കണ്ടില്ല. ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചില്ല. ഇവിടെ കർത്താവ് പറയുകയാണ്, 38 പറയാം, ഞങ്ങൾ എപ്പോൾ നിന്നെ അതിഥിയായി കണ്ടിട്ടും ചേർത്ത് കൊള്ളുകയോ നഗ്നനായി കണ്ടിട്ട് ഉടുപ്പിക്കുകയോ ചെയ്തു. പ്രിയമുള്ളവരെ, നമ്മൾ ഈ ചെറിയവർ ഒരാൾക്ക് ചെയ്തു കൊടുക്കുമ്പോഴൊക്കെയും എന്റെ സ്വർഗസ്ഥനായ പിതാവ് ആണ് ഇതിനെല്ലാം മഹത്വം എടുക്കുവാൻ ഇടവരുന്നത്. നമ്മൾ മറ്റുള്ളവർക്ക് ചെയ്യുന്ന സൽപ്രവൃത്തികളെ കണ്ട്, അത് യേശുവിന്റെ നാമത്തിൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളെയാണ് കർത്താവ് അവിടുന്ന് ആശ്വസിപ്പിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുന്നത് കാണാൻ കഴിയുന്നത്. ദൈവമായിട്ടുള്ള ഒരു നല്ലൊരു കൂട്ടായ്മ. നമ്മുടെ കഷ്ടത അനുസരണക്കേടിന്റെ കഷ്ടതയാകണമെന്നില്ല. ചിലപ്പോൾ സാത്താൻ നിമിത്തമുള്ള കഷ്ടതയായിരിക്കാം. ക്രിസ്തുവിനായി നിലകൊള്ളുമ്പോൾ ലോകവും യാതൊരു വിശ്വാസികളും നിമിത്തം നാം കഷ്ടത അനുഭവിക്കാൻ ഇടയായെന്ന് വന്നേക്കാം.
എന്നാൽ നമ്മളെ നിർത്തിയ ഒരു ദൈവമുണ്ടല്ലോ, നമ്മളെ പരിപാലിക്കുന്ന ഒരു ദൈവമുണ്ടല്ലോ. ഇടത്തു നിൽക്കുന്നവനും വലത്തു നിൽക്കുന്നവനും ഒരുപോലെ ദൈവം അവർക്ക് ഫലം കൊടുക്കുന്നുവെങ്കിൽ ഇടത്തു നിൽക്കുന്നവരോട് പറയുകയാണ്, ഞാൻ വന്നിട്ട് നിങ്ങൾ ചെയ്തില്ലല്ലോ, ഞാൻ കൈനീട്ടിട്ട് നിങ്ങൾ തന്നില്ലല്ലോ, ഞാൻ നഗ്നനായിട്ട് നിങ്ങൾ എന്നെ ഉടുപ്പിച്ചിട്ടില്ലല്ലോ, ഞാൻ രോഗിയായിട്ട് നിങ്ങൾ വന്ന് കണ്ടില്ലല്ലോ. എന്തെല്ലാം നമ്മൾ ചെയ്താലും വചനപ്രകാരം നമ്മൾ ചെയ്യുന്നുവെങ്കിൽ മാത്രമേ നിത്യതയിലേക്കുള്ള ഒരു പ്രവേശനം നമുക്കായി ഒരുക്കാൻ കഴിയുള്ളൂ. ദൈവത്തിന് ഒരു നിമിഷം നമ്മളെ ഒരുക്കാം. നമ്മുടെ സൽപ്രവർത്തികൾ ദൈവത്തിന് എപ്പോഴും അനുഗ്രഹമായി മാറാൻ ഈ അഭിഷേകം അന്യ എന്ന വചന സന്ദേശത്തിലൂടെ നിങ്ങളെ ഓരോരുത്തരെയും കർത്താവ് ബലപ്പെടുത്തട്ടെ. കർത്താവിന്റെ വലിയ കൃപ നമ്മുടെ മേൽ പകരട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ. കർത്താവേ, എപ്പോഴും ആശ്വസിപ്പിക്കുന്ന കഷ്ടങ്ങളുടെ നടുവിൽ എപ്പോഴും ഞങ്ങൾക്ക് കൂട്ടാകുന്ന, ഞങ്ങളെ സഹായിക്കുന്ന, അനുഗ്രഹിക്കുന്നവന്റെ കരം ഞങ്ങളുടെ കൂടെ അങ്ങ് കടന്നു വരികയും ആശ്വസിപ്പിക്കുകയും ചെയ്തതിനായി പ്രാർത്ഥിക്കുന്നു. എപ്പോഴും ഞങ്ങളുടെ മധ്യേ അങ്ങയുടെ കരം വെച്ച് അനുഗ്രഹിക്കണം. യേശുവിന്റെ നാമത്തിൽ തന്നെ, ആമേൻ.